എന്താന്ന് പറഞ്ഞോട് ഈ അടുത്തായിട്ട് എനിക്ക് വളരെ രസകരമായിട്ടുള്ള കമന്റ്സ് ഒക്കെയാണ് ഇടുന്നത്. സംഭവം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അതായത് ഒരു പേപ്പർ 42 തവണ എങ്കിലും മടക്കി കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് ഏകദേശം നമ്മുടെ മൂണിന് കൂടുതൽ ഡിസ്റ്റൻസ് വരുന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സയന്റിഫിക് വീഡിയോ മാത്രമാണ്. പക്ഷേ ആ ഒരു വീഡിയോ ഒരു കുഴപ്പം എന്താ പറയുക, ആ ഒരു ടോപ്പിക് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടന്റ് ചെയ്യുന്നവരും അല്ലാത്തവരും ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു അത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞത് ഒരു ബുക്കിലൂടെയാണ്, ഒരു PDF-ലൂടെയാണ്. ഞാനെന്നല്ല, എൻ്റെ ബ്രദറാണ് അത് കണ്ടത്. അപ്പൊ അവനാണ് എനിക്ക് ആ ഒരു വീഡിയോ ആയിട്ട് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ വീഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ആ ഒരു വീഡിയോയുടെ അകത്ത് ഉള്ള കമന്റ് അത് ഞാൻ എന്തോ മഹാഭാവം ചെയ്ത പോലത്തെ രീതിയിലൊക്കെയാണ് ആൾക്കാർ കമന്റ് ചെയ്തേക്കുന്നത്. അതായത് ലോകത്ത് ആരും ചെയ്യാത്ത പോലെ ഞാൻ ആ വീഡിയോ കോപ്പി അടിച്ചതാണ്. സാക് ഡി ഫിലിംസിനെ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സാക് ഡി ഫിലിംസിന്റെ ഒരു വീഡിയോ അതേപോലെ തന്നെ കോപ്പി അടിച്ച് വെച്ചേക്കുന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു സത്യാവസ്ഥയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ചോദിച്ച കമന്റ്സ് ഉണ്ട്. അതായത് ഞാൻ ഈ ചരടിനാണ് കിട്ടിയിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞാൻ റിലീജിയസ് ആണോ അങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു Q&A വീഡിയോ പോലെ നിങ്ങൾ കണ്ടാൽ ഇതൊരു സയൻസ് വീഡിയോ അല്ല, ഇതൊരു Q&A വീഡിയോ മാത്രമായിരിക്കും. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷത്തോളമായി. യൂട്യൂബിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടുത്തമില്ലാത്ത സമയത്തായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ ഈ ചാനൽ തുടങ്ങിയത്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ മെയിൻ ആയിട്ട് ഷോർട്ട് വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യും, ഒരുപാട് ഇൻവെൻഷൻസിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോസിന്റെ ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടിയിരുന്നത് ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്ന്, പിന്നെ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതായത് യൂട്യൂബിൽ തന്നെ ഒരുപാട് സായിപ്പുമാരൊക്കെ ചെയ്ത വീഡിയോസ് അതേമാതിരി തന്നെയാണ് ഞാൻ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ ഫ്രാങ്ക് ആയിട്ട് തുറന്നു പറയുകയാണ്. അത് ചെയ്തതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സയൻസ് എന്നുള്ളൊരു ടോപ്പിക് എടുത്തിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ഞാൻ സയൻസ് ചെയ്യുന്ന ഒരാളാണെന്നും എൻ്റെ ആ ഒരു അവതരണത്തിന്റെ ശൈലിയും എൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ സ്കിൽസ് ഒന്നും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് മതി എന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോർ ടോപ്പിക് ആയിട്ടുള്ള സ്പേസും സയൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടാൽ മതി എന്നുള്ളൊരു തിങ്കിങ്ങിലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 60-70 വീഡിയോസ് ഈ പറഞ്ഞ പോലെ ജനറൽ ആയിട്ടുള്ള ടെക്നോളജി വീഡിയോസ് ഒക്കെ ചെയ്തതിന് ശേഷം എനിക്ക് അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി. ഓക്കെ, അതായത് ക്യാമറ ഫിയർ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഏകദേശം കുറച്ച് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഏകദേശം 60 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിട്ട് 61ാമത്തെ വീഡിയോ എന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ടോപ്പിക് ആയിട്ടുള്ള സയൻസ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ അധികം ക്ലിക്ക് ആയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വീഡിയോ ഇട്ടു, അതും ക്ലിക്ക് ആയില്ല. സാധാരണ എനിക്ക് കിട്ടുന്ന 1000-2000 വ്യൂസിന്റെ മുകളിൽ അത് കയറിയില്ല. പിന്നെ ഞാൻ വീഡിയോ ഇട്ടു, അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. ഏതൊരു സ്റ്റാർട്ടിങ് യൂട്യൂബർ ഫേസ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഫേസ് ചെയ്തത്. അതായത് ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് എനിക്ക് കിട്ടിയത് വെറും ഒരു 700-800 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആസ്ട്രോഗോബിയുടെ ഒരു വീഡിയോ കാണുന്നത്. ഓക്കെ, അതൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ ആയിരുന്നു. അതായത് ഒരു 8 മിനിറ്റ് 10 മിനിറ്റിന്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നാസയുടെ ഡാർട്ടിന്റെ മിഷനെ പറ്റിയിട്ടുള്ള ഒരു കിടിൽ ഇൻട്രൊഡക്ഷൻ ഞാൻ ആ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വീഡിയോ ഞാൻ നോക്കിയപ്പോൾ മലയാളത്തിൽ അങ്ങനെ അധികം ആൾക്കാർ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അതേ സാധനം എടുത്തുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടു. അത് ഇട്ട് കഴിഞ്ഞിട്ട് അധികം വ്യൂസ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വീഡിയോ കത്തി കയറിയത്. അങ്ങനെയാണ് നിങ്ങളെല്ലാവരും ഞാൻ എന്നുള്ള ഒരാള് ഇവിടെ ഇങ്ങനെ യൂട്യൂബിന്റെ ഒരു സ്പേസിൽ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത്. ആ വീഡിയോക്ക് ഏകദേശം ഒരു 30-40 ലക്ഷം വ്യൂസോടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ ചാനലിലെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ആ വീഡിയോയുടെ അതായത് ഇപ്പൊ കയറിപ്പോയ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ വീഡിയോ ഇൻസ്പയർഡ് ആയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാന്നുള്ളൊരു കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കയറി നോക്കാം. അത് വീഡിയോ സ്റ്റാർട്ടിങ് പോലെ ഇപ്പൊ വരെ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അതേ ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. ഒരുപാട് ആൾക്കാർ വിമർശനങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് ആസ്ട്രോഗോബിയുടെ വീഡിയോ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ശരിയാണ്, ആസ്ട്രോഗോബിയുടെ വീഡിയോ തന്നെയാണ് ഞാൻ ചെയ്തത്. അതൊക്കെ സമ്മതിച്ച്. പക്ഷെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഷോർട്ട് വീഡിയോ ഞാൻ കോപ്പി അടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ആരെടുത്ത് സമ്മതിച്ചു തരില്ല. കാരണം ഞാനത് കോപ്പി അടിച്ചതല്ല, അതെന്റെ അനിയൻ പറഞ്ഞൊരു ഐഡിയ ആണ്. അപ്പൊ അതിന്റെ ഒരു തെളിവായിട്ട് ഞാൻ 2 സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് സാക് ഡി ഫിലിംസ് ഇട്ടതും ഞാൻ ഇട്ടതും ഒരേ സമയത്താണ്. അതെ, ഒരേ മണിക്കൂറിലാണ് ഞങ്ങൾ രണ്ടുപേരും വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ മൂപ്പരുടെ വീഡിയോ നോക്കിയിട്ട് കോപ്പി അടിക്കണത് എനിക്ക് അറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. ഒരുപാട് ആൾക്കാരുടെ കമന്റ് ഞാൻ കേട്ടിട്ട് ഇതെന്ത് ഇവർ ഇങ്ങനെ പറയണെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. സത്യം പറഞ്ഞ ഇവരുടെ കമന്റ്സ് കണ്ടപ്പോഴാണ് സാക് ഡി ഫിലിംസ് ഇങ്ങനത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെ ഞാൻ അറിയണത്. ഇതിപ്പോ നിങ്ങൾ എന്തോരം എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ എന്റെ കാര്യം പറഞ്ഞാണ്.
അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണം എന്ന് തോന്നി. അതായത് എന്ത് കണ്ടാലും അത് കോപ്പിയുടെയാണ്, അതാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. കോപ്പിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ചാനൽസ് ഒക്കെ എടുത്ത് നോക്കിക്കോ, എല്ലാം ഇതേപോലെ തന്നെയാണ്. അതായത് മറ്റുള്ളവർ ചെയ്ത കണ്ടന്റിന് ഡയറക്റ്റ് കോപ്പി ആയിരിക്കും. അത് 1:1 കോപ്പി ചെയ്യണ ഇഷ്ടംമാരെ ആൾക്കാരുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഒരു വീഡിയോ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇഷ്ടംമാരെ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് നമുക്ക് ഇവിടെ ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു മിനിറ്റിന്റെ ഷോർട്ട് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ, എത്രയോ കമന്റ്സ് ഉണ്ടെന്ന് അറിയോ. അപ്പൊ എത്രയോ ആൾക്കാർ ഇതിനെ പറ്റിയിട്ടാണ് പറയണം. അപ്പൊ എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നി. ആൾക്കാർക്ക് വിമർശിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നേരെ മറിച്ച് അതൊരു ഹെൽത്തി ആയിട്ട് എടുക്കുക. അതായത് ഇതേപോലുള്ള സയൻസ് കണ്ടന്റ് ചെയ്യുന്ന അധികം ആൾക്കാരും മലയാളത്തിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും ഒരു തരത്തിലുള്ള എന്റർടൈൻമെന്റ് വീഡിയോസ് ആണ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ അത് കാണാനാണ് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടം. അപ്പോൾ ഇതേപോലുള്ള സയൻസ്, അതായത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് മിക്കവർക്കും ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോ ചെയ്യുന്ന ഈ സ്പെഷ്യൽ റിലേറ്റിവിറ്റി, ടൈം ട്രാവൽ, ബ്ലാക്ക് ഹോൾ, അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ മറ്റുള്ളവർ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് അല്ല, അപ്പൊ അതും കോപ്പിയുടെ അല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ മുഴുവനുമുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് NCERT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ NCERT എടുത്ത കണ്ടന്റ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ള മലയാളികളായാലും ഹിന്ദിക്കാരായാലും മറാത്തീസ് ആയാലും ആരായാലും പഠിക്കുന്നത് ഈ സെയിം സാധനം തന്നെയാണ്. അത് പഠിപ്പിക്കുന്നത് പലവരുമാണ്. അതായത് പല ടീച്ചേഴ്സ് അവരുടെ ലാംഗ്വേജസിൽ, ചിലപ്പോൾ മലയാളികൾ മലയാളത്തിൽ പറയുമായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയുമായിരിക്കും. അങ്ങനെ പല പല ലാംഗ്വേജസിലാണ് നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷെ പഠിപ്പിക്കുന്നത് സെയിം സാധനമാണ്, ചോദിക്കുന്ന ചോദ്യങ്ങളും സെയിം ആണ്. ഞാൻ എങ്ങനെ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് കണ്ടന്റ് സെയിം ആണെങ്കിലും അത് പറഞ്ഞു കൊടുക്കുന്നതിലാണ് ശരിക്കും വ്യത്യാസമുള്ളത്. അതായത് ഇപ്പോൾ ഒരു സാധനം, അതായത് ഒരേ ടോപ്പിക്, അതായത് നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് മൂണിൽ പോയത്, അതൊരു ഫാക്റ്റ് ആണ്. ഓക്കെ, ആ ഫാക്ട് എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അത് എൻ്റെ ഒരു യുണീക്ക് കണ്ടന്റ് ആയിട്ട് മാറും. അതായത് നീൽ ആംസ്ട്രോങ് അല്ല, ഇന്ന ഒരുത്തനാണ് ആദ്യമായിട്ട് മൂണിൽ പോയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ടോപ്പിക് ആയിട്ട് മാറും. ഓക്കെ, ഒരു ഓൺ കണ്ടന്റ് ആയിട്ട് മാറും. പക്ഷെ ഈ തരത്തിലുള്ള വീഡിയോസ്, അതായത് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അതായത് ബ്ലാക്ക് ഹോളിന്റെ അകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ ആർട്ടിക്കിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ടൈപ്പ് വീഡിയോസ് ഒക്കെ ആണ്. ഓക്കെ, അത് ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണ്. പക്ഷെ ഇത് അത്യാവശ്യം സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇത് ഒരു പൊതുവായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ജനറൽ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. അതായത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ട് വീഡിയോസ് ഇപ്പൊ ഞാൻ ചെയ്താലും ഇപ്പോ വേറെ ആൾക്കാർ ചെയ്താലും അത് കോപ്പിഡ് കണ്ടന്റ് ആവണം എന്നില്ല. ഓക്കെ, ഇത് ഫാക്ട് ബേസ്ഡ് വീഡിയോസ് ആണ്. അപ്പോൾ ഞാൻ ചെയ്താലും വേറൊരാൾ ചെയ്താലും അത് ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ഒക്കെ സെയിം ഒക്കെ തന്നെയാണെങ്കിലും അതിന്റെ പ്രസന്റേഷൻ രീതിയിലാണ് വ്യത്യാസം ഇരിക്കുന്നത്. ചില കമന്റേഴ്സിന്റെ ഒക്കെ ലോജിക് അനുസരിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാല് പുറത്തൊരു ടെലിസ്കോപ്പ് കൊണ്ടുവച്ചിട്ട് പണ്ട് ഗലീലിയോ ഡിസ്കവർ ചെയ്ത പോലെ ജൂപ്പിറ്ററും അതിന്റെ മൂണൊക്കെ ഡിസ്കവർ ചെയ്തിട്ട് അതേപോലെ വേറെ എന്തെങ്കിലും ഒരു സാധനം ഡിസ്കവർ ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് 1 മിനിറ്റ് ഷോർട്ട് വീഡിയോ ഇടണം എന്നാണ് അവരുടെ ഒരു മെന്റാലിറ്റി. എന്താണ് ഇവരിങ്ങനെ പറഞ്ഞത്? അത് ചെറിയ പിള്ളേരൊന്നല്ല കേട്ടോ, അവരുടെ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരാണെന്ന് എനിക്ക്, കാരണം എനിക്ക് ഏജ് കാറ്റഗറി നോക്കാൻ പറ്റും. അപ്പൊ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയണം എന്ന് തോന്നി. ഇതെനിക്ക് കുറെ നാളായിട്ട് ഞാൻ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, കാരണം ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിന്റെ പുറകെ ആയിരുന്നു. അതെനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നി. പിന്നെ ഒരുപാട് പേര് ചോദിച്ചേക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് എന്തുകൊണ്ടാണ് ആൾക്കാർ, എനിക്കറിയാൻ പാടില്ല, ഈ സയൻസ് വീഡിയോ ചെയ്യുന്ന എല്ലാവരും എയ്ത്തിസ്റ്റ് ആവണം എന്നുണ്ടോ? എനിക്കത് സത്യം പറഞ്ഞ ഒരു ഡൗട്ടാണ് എൻ്റെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാനൊരു എയ്ത്തിസ്റ്റ് അല്ല. ഞാൻ എന്ന് വെച്ചിട്ട് ഞാൻ ദൈവത്തിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരാളും കൂടിയല്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് കാണാൻ പറ്റും. അതായത് ദൈവത്തിന്റെ ഒരുപാട് പെയിന്റിങ്സ് ഒക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇത് ഏകദേശം ഒരു 9 അടിയോളം നീളമുള്ള ഓയിൽ പെയിന്റിങ്. അത് ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ. അതെന്റെ പപ്പ ആർട്ടിസ്റ്റാണ്, പപ്പ വരച്ചാണ്. അപ്പൊ അതിന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ശ്രീരാമ പട്ടാഭിഷേകമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വിഷ്വൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് എന്റെ വീടിന് ചുറ്റുമുള്ളത്. സത്യം പറഞ്ഞ ഒരു ആർട്ട് ഗാലറിയിൽ നിൽക്കണ പോലെയാണ് ശരിക്കും ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്നത്. പക്ഷെ ഇതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഒരു വീഡിയോസിൽ, ഒറ്റ വീഡിയോ വെച്ച് ഞാൻ ഒരു വീഡിയോസിലും പറഞ്ഞിട്ടില്ല. എന്തൊക്കെ തന്നെ ആയാലും എൻ്റെ അടുത്ത് ഒരാൾ ഞാനൊരു ദൈവവിശ്വാസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് ഒരു ഉത്തരവേ പറയുള്ളൂ. അതായത് ഞാനിപ്പോൾ ഒരു എക്സാം എഴുതാൻ പോകണമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതുള്ളൂ. ഞാൻ ഇപ്പോൾ കാർ എടുക്കാൻ പോകണമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാ വണ്ടി എടുക്കുള്ളൂ. ഓക്കെ, അത് എൻ്റെ ഒരു ബിലീവാണ്. അതായത്
ചെറുപ്പം മുതൽ എൻ്റെ പാരൻസും ഗ്രാൻഡ് പാരൻസും എൻ്റെ ഫാമിലിയും പകർന്നു തന്ന ഒരു തോട്ട് പ്രോസസ്സാണ് അത്. എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് അമിതമായിട്ട് വിശ്വസിക്കുന്നില്ല. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ള ഒരു ഫൈനൽ വേർഡിറ്റ് ഈ ഒരു കാര്യത്തിന് മാത്രം. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ സാധനം എന്തിനാണ് ഇടുന്നത്, ഈ ഒരു മഞ്ഞ ചരട് ഞാൻ എന്തിനാണ് ഇടുന്നത്, ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്, അങ്ങനെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കമന്റ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇടുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ മാത്രമല്ല, ഷോർട്ട് വീഡിയോസിന് എൻ്റെ അനിയനെ അപ്പിയർ ചെയ്യാറുണ്ട്. അപ്പൊ അവന്റെ കയ്യിൽ ഇതേപോലെ ഒരു മഞ്ഞച്ചരട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസമാണ്. ഓക്കെ, എൻ്റെ പാരൻസിന്റെ ഒരു വിശ്വാസമാണ്. അതായത് മക്കളുടെ കൈ കിട്ടി കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ബിലീഫാണ്, അത് അവരുടെ ഒരു കാര്യം. എനിക്കതിൽ യാതൊരു വിയോജിപ്പില്ല അവരങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് അതിലൂടെ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഇത് ഞാനായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇവരായിട്ട് എന്തിനാ അത് അവരെ ഒരു നിരുത്സാഹപ്പെടുത്തണം അല്ലെങ്കിൽ അവരൊന്ന് ഡിസപ്പോയിന്റഡ് ആക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ കെട്ടുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതിന്റെ അർത്ഥം ഞാനിത് കെട്ടിക്കൊണ്ട് നടക്കുന്നതിന്റെ അർത്ഥം ഞാനിതിന്റെ കട്ട വിശ്വാസമാണോ, അങ്ങനെയൊന്നുമല്ല. ഞാനൊരു ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. മതത്തിന് ഞാൻ അമിതമായിട്ട് ഒരു വിശ്വാസം കൊടുക്കുന്നില്ല, തീരെ എത്തിസ്റ്റ് ആയിട്ടുള്ള ഒരു ബിലീവിങ്ങും അല്ല, ഒരു ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇനി ആരെങ്കിലും കമന്റ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. അതായത് എൻ്റെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഇങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഒരാളെങ്കിലും ഞാൻ സബ്സ്ക്രൈബറായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഒരു സബ്സ്ക്രൈബറിനെങ്കിലും കാണാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ജാടയാണ്, ഒടുക്കത്തെ ഷോ ആണ്, ഒട്ടും മിണ്ടൂല, അങ്ങനത്തെ ഉള്ളൊരു ഇതൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ, എൻ്റെ ഒരു ക്യാരക്ടർ അത് എന്ന് പറഞ്ഞാൽ ചെറുപ്പം പോലെ ഞാൻ നല്ല രീതിയിൽ എൻ്റെ ഫാമിലിയോട് കുഴപ്പമില്ല കേട്ടോ. അല്ലാത്തുള്ള ഞാൻ ഈ ഡോറ് വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ കറക്റ്റ് ആ ഒരു ഇൻട്രോവേർട്ട് സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് അവരോട് സംസാരിക്കാനോ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ മാക്സിമം മാറ്റിയെടുക്കാൻ നോക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ മടിക്കണ്ട. അത് എൻ്റെ മുഖമൊന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയണം. കുറെ പിള്ളേര്, ചെറിയ ചെറിയ പിള്ളേര് 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേര് ഇങ്ങനെ നിൽക്കാണ്. അവരൊക്കെ എന്നെ കണ്ടിട്ട് മനസ്സിലായി. പക്ഷെ അവരുടെ അടുത്ത് എൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് അവർ വിചാരിച്ച് ഞാൻ എന്തോ വലിയൊരു സംഭവം എന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ എനിക്ക് അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാനും പറ്റില്ല, കാരണം ഞാൻ ചെറിയ തിരക്കിലായിരുന്നു. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിക്കാറുണ്ട്. ചെറിയ പിള്ളേരൊക്കെ അടുത്തേക്ക് വരുമ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതും കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ഒറ്റ മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഓക്കെ, അഭിയുഗം എന്നുള്ള പേരിലൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതിനായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന ഒരു എൻ്റെ പണ്ടത്തെ ഒരു എന്താണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെ അകത്തൊന്നും ഞാൻ ആക്റ്റീവ് അല്ല. അതിൻ്റെ അകത്ത് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഫോട്ടോ 2019 കോളേജിൽ പഠിക്കുമ്പോഴായിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ തരത്തിലുള്ള കാര്യത്തിലൊന്നും ഒട്ടും ആക്റ്റീവ് അല്ല. ഞാൻ ഈ ഒരു ഫോൺ ഞാൻ വാങ്ങിയത് തന്നെ ഈ അടുത്താണ്. ഓക്കെ, ഞാൻ ഏകദേശം ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 or 7 മാസത്തോളം ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഫോൺ എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. അപ്പൊ ഈ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത്, ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിന്റെ അകത്തുനിന്ന് എനിക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ വെച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്, മെസ്സേജ് റിക്വസ്റ്റ് ഒക്കെ ഇല്ലേ. എനിക്ക് ഇതിന്റെ കറക്റ്റ് പരിപാടികളൊന്നും കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ഇപ്പോഴും ഒരു 3-4 റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഞാൻ മാക്സിമം എനിക്ക് പറ്റണ രീതിയിൽ ഇവരൊക്കെ മിക്കവരും ഡൗട്ടുകൾ ചോദിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കാറുള്ളത്. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഒട്ടുമിക്കവർക്കും ഒരു മാക്സിമം ഒരു പറ്റണ സമയത്തൊക്കെ ഞാനൊരു 50 to 80% ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്ക് മെസ്സേജിന്റെ എണ്ണം എന്തോരം ഉണ്ടെന്ന് നോക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു 60 റിക്വസ്റ്റ് ആയിട്ട് വന്ന് കിടപ്പുണ്ട്. അത് അങ്ങനെയാണ്. അപ്പൊ അത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇത്ര ആൾക്കാരുടെ അടുത്ത് ഞാൻ എങ്ങനെ റിപ്ലൈ കൊടുക്കും എന്നുള്ളൊരു ഇതിലേക്കാണ്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത് ഇത്രയും പെട്ടെന്ന് ഇത്രയും ആൾക്കാരിലേക്ക് എത്തിപ്പെടും എന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. കാരണം സയൻസ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു നാരോ ആയിട്ടുള്ള ഒരു നീഷുള്ള ഒരു സംഭവമാണ്. അതായത് സ്പേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. വളരെ നാരോ ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ചാനലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചാനലിന് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അത് സത്യം പറഞ്ഞ എനിക്കൊരു ലോട്ട്, എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതിന്റെ മെയിനായിട്ട് ഞാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ക്വാളിറ്റി പക്കയായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമറാസും എനിക്ക് പറ്റണ പോലുള്ള എഡിറ്റിങ്ങും ലൈറ്റിങ്, എനിക്ക് അതിന് പറ്റണ പോലുള്ള എഡിറ്റിങ്ങും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു നല്ലൊരു വിഷ്വലി നിങ്ങൾക്ക് നല്ല രീതിയിലും പിന്നെ ഓഡിയോ നല്ല രീതിയിലൊക്കെ
ചെയ്യാൻ ഞാൻ നോക്കുന്നത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തവരോടും എല്ലാവരോടും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞങ്ങളുടെ ഭാഗം ഒരു ബിഗ് താങ്ക് യു ഉണ്ട്. ഇനി 2 കാര്യം കൂടി പറയാനുണ്ട്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 1000 സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് വീഡിയോസ് ചെയ്യുള്ളൂ എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഓരോ വീഡിയോസ്, ഓരോ ഷോർട്ട് വീഡിയോ ചെയ്യണതിന് 1, 2, 3 മണിക്കൂറൊക്കെ എടുക്കും. ഷൂട്ടിങ് മാത്രമല്ല, അത് എഡിറ്റ് ചെയ്യാനൊക്കെ കാരണം അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഏകദേശം 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ജനറൽ ആയിട്ടുള്ള, ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്തില്ലേ ജനറൽ സയൻസ് ടോപ്പിക്, അതുപോലത്തെ വീഡിയോസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. അത് മാത്രമല്ല വ്ളോഗ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഒരു ഇൻട്രോവേർട്ട് വ്ളോഗ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ നോക്കട്ടെ, അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇന്ന് വ്ളോഗ് ചെയ്ത് നോക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് ഈ ചാനൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്നുണ്ട്. എന്ന് വെച്ചാൽ സയൻസ് ആയിട്ടുള്ള, സ്ട്രിക്ട്ലി സയൻസ് ടോപ്പിക്ക് മാത്രം വെച്ചുകൊണ്ട് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണമെന്നുണ്ട്. അത് മെയിൻലി അത് എങ്ങനെ ചെയ്യുന്നുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോ വീഡിയോസും, നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോസും ഇവനും ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അതായത് ഇവൻ ചോദിക്കും എന്തെങ്കിലും ഒരു ഡൗട്ട്, മിക്ക ഷോർട്ട് വീഡിയോസ് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവൻ ചോദിച്ചൊരു ചോദ്യമാണ് മൂൺ ലാൻഡിങ്. അതായത് പണ്ട് 52 വർഷങ്ങൾക്ക് മുമ്പാണ് ലാസ്റ്റ് മൂണിൽ ഒരാൾ ലാൻഡ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇത്രയും വർഷങ്ങളായിട്ട് ആരും പോവാത്തത് എന്താന്നുള്ള ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അത് ഞാനൊരു വീഡിയോ ആക്കി, അത് ഞാൻ ഷോർട്ട് ഇട്ടു. അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോസ് പ്ലാൻ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ, അല്ലാണ്ട് വേറെ ആൾക്കാരുടെ വീഡിയോസ് നോക്കിയിട്ടല്ല. അത് ഇപ്പോഴേ ഞാൻ തുറന്നടിച്ച് പറഞ്ഞേക്കാം. അത് അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ടൈപ്പ് വീഡിയോസ് ആണ്. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കുത്തിയിരുന്ന് ഉണ്ടാക്കുന്ന വീഡിയോസ് ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറെ റെഫറൻസിന് തേടി പോകും. പക്ഷെ ഇത് ഞാൻ ഇവനും തമ്മിൽ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾക്ക് വേറെ മെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി ചേർന്നിട്ട് എടുക്കുന്ന ഒരു വീഡിയോസ് ആണ് ഇത് നിങ്ങൾ ഈ ചാനലിൽ കാണുന്നത് മെയിനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പോഡ്കാസ്റ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അത് എല്ലാ ആഴ്ചയും ഫ്രൈഡേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന വീഡിയോസ് ആയിരിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഓരോ ആഴ്ചകൾ നടക്കുന്ന സ്പേസ് ഇവന്റ്സും, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടുമിക്കവർ ചോദിക്കുന്ന ചാനൽ കമന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ മിക്കവാറും അതിൻ്റെ അകത്ത് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഓരോ കമന്റ്സും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതിന് പകരം അത് ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ തന്നെ മെസ്സേജ് അയച്ചു, ഞാനത് മാക്സിമം റെക്കോർഡ് ചെയ്തിട്ട് അതിനുള്ള ഉത്തരം ആ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അത് മിക്കവാറും ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് സുഖമായിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും. ഒരു സയൻസ് വീഡിയോ പ്രതീക്ഷ കൊണ്ട് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തവരുടെ അടുത്ത് എനിക്കൊരു സോറി പറയാനുണ്ട്. കാരണം നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല. അത് ഒപ്പീനിയൻ വീഡിയോസ് ഒന്നും അധികം ചെയ്യാറില്ല. ഒരു Q&A വീഡിയോ അത് 1 ലക്ഷം ആയപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് കൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അതും ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് ഒരുപാട് പേരുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ അത് എന്തുകൊണ്ട് ഞാനൊക്കെ പറയാൻ നിങ്ങൾക്ക് ഹെൽപ്പ് അല്ല ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരല്ലേ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളെ കാണുകയാണെങ്കിൽ, ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുകയാണെങ്കിൽ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരും വേണം നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ. എന്ന് വെച്ചാൽ മറ്റുള്ള എന്റർടൈൻമെന്റ് വീഡിയോസും വേണം, അത് മാത്രമല്ല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചാനൽസും ശരിക്കും വേണം. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാനൊരു നിങ്ങളെ പോലെ ഒരു പയ്യൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരാം, ഞാനൊരു സാധാരണ ഹ്യൂമൻ ആണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് പേരുടെ കമന്റ്സ് കാരണം മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം. ഒരുപാട് ടോപ്പിക്സ് എന്റെ തലയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ നല്ല ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയായിട്ട് മിക്കതിലുള്ളത്. അപ്പോൾ നല്ലൊരു വീഡിയോ ഞാൻ എഴുതി നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു നല്ല ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അകത്തൊക്കെ കിടിലം വീഡിയോസ് ആയിരിക്കും വരുന്നത്. എനിക്ക് ക്വാളിറ്റി വിട്ട് കളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നല്ല വീഡിയോസ് ആയിരിക്കും എല്ലാത്തിലും വരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. കട്ട് ചെയ്തോ.